നമ്മുടെ സ്വന്തം വന്ദേ ഭാരതിൽ കയറാൻ വേണ്ടിയിട്ടായിട്ട് കാത്തിരിക്കുന്ന എന്നെയാണ് നിങ്ങൾ കാണുന്നത്. നല്ല ഉഗ്രൻ ചൂട് കേട്ടോ. ഇപ്പോൾ ഈ മഴക്കാലത്ത് എവിടെ നിന്ന് ഈ ചൂട് നിങ്ങൾ ചിന്തിക്കാം. ഇത് നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഞാൻ ഇപ്പോൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഞാൻ ചൂട് എന്ന് പറഞ്ഞത്. ജോഡും എല്ലാം തളർന്നുറങ്ങി, എല്ലാവരും തളർന്നു. ഞാനാണെങ്കിൽ വന്ദേ ഭാരതിനകത്ത് കുറച്ച് AC ഉണ്ടല്ലോ, അത് കിട്ടുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. 6:45 ട്രെയിൻ ടൈമിംഗ് എറണാകുളത്ത് വരും എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ 7:10 എത്തി. ഇപ്പം ഫൈനലി നമ്മുടെ വന്ദേ ഭാരത് ലാൻഡ് ചെയ്തു. എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ദ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും പോലെ എനിക്ക് ലുക്ക് വൈസ് എനിക്ക് നല്ല പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഉള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല അച്ചടക്കമുള്ള ആൾക്കാരാണല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ ലൈൻ ബൈ ലൈനായിട്ട് ഇങ്ങനെ കയറാൻ നേരത്ത് എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്ന പോലെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ഞങ്ങൾ കയറിയിരുന്നു. അത്യാവശ്യം നല്ല AC കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം പുറത്തത്തെ ആ ചൂടിനിടയിൽ അകത്തോട്ട് കയറിയപ്പം ഒരു സ്വർഗം കിട്ടിയ അവസ്ഥയായിരുന്നു എനിക്ക്. കാരണം വെച്ചാൽ തണുപ്പ് കിട്ടിയല്ലോ. അപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു, നമ്മുടെ ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ചെറിയ ടേബിളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ എല്ലാം സെറ്റായിട്ടിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ആശ്വാസത്തിൽ ആ തണുപ്പൊക്കെ ഇങ്ങനെ അടിച്ച് ഞാൻ കിടക്കുക കേട്ടോ. നമ്മുടെ ജോഡു ഇതുവരെ എണീറ്റിട്ടില്ല. കാരണം ആ ചൂടത്ത് നിന്നും ഒരു തണുപ്പ് കിട്ടിയതിൻ്റെ സുഖത്തിൽ അവനും നല്ല ഒന്നാന്തരമായിട്ട് ഉറക്കമാണ്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് വന്ദേ ഭാരതിൽ ആ ട്രെയിൻ പോകുന്ന നല്ല ഹൈ സ്പീഡിലാണ് ട്രെയിൻ പോകുന്നത്. പക്ഷേ നമ്മൾ അറിയുന്ന പോലുമില്ല. ഫ്ലൈറ്റിൽ ഇരുന്ന് പോകുന്ന അതേ അവസ്ഥ. ഇനി ഇതാണ് നമ്മുടെ വന്ദേ ഭാരതിലെ ടോയ്ലറ്റ് കേട്ടോ. ഞാൻ ടോയ്ലറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയേ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ്. എനിക്ക് തോന്നുന്നു ഇത്രയും സ്പേഷ്യസ് അല്ല ഫ്ലൈറ്റിലെ ടോയ്ലറ്റ് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ വാഷ് ബേസിനാണെങ്കിലും നമ്മുടെ ടോയ്ലറ്റിൻ്റെ പോർഷനാണെങ്കിലും എല്ലാം ആണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ ഭക്ഷണം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നോൺ വെജ് അല്ലെങ്കിൽ വെജ് എന്നാണ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നോൺ വെജാണ് ചൂസ് ചെയ്തത്. ഭക്ഷണത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ സുഖകരമായിരുന്നില്ല കേട്ടോ. എനിക്ക് അത്ര വലിയ ടേസ്റ്റും ഫീൽ ചെയ്തില്ല. നമുക്ക് വെജ് അല്ലെങ്കിൽ നോൺ വെജ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണുള്ളത്. അപ്പോൾ ഞങ്ങൾ നോൺ വെജാണ് ചൂസ് ചെയ്തത്. അതിനകത്തുണ്ടായിരുന്നത് ചപ്പാത്തി ഉണ്ടായിരുന്നു, റൈസ് ഉണ്ടായിരുന്നു, യോഗട്ട് ഉണ്ടായിരുന്നു, പൊട്ടാറ്റോ, അതുപോലെ തന്നെ നമ്മുടെ പരിപ്പ് കറി, ഒരു ചിക്കൻ കറി, ഇത്ര ഐറ്റംസാണ് ഉണ്ടായിരുന്നത്. അപ്പം ഈ ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ തന്നെയും അത്ര വലിയ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പൊട്ടാറ്റോ ഒക്കെ ഒരു പേരിന് തന്ന പോലെ ഫീൽ ചെയ്തു. ലാസ്റ്റ് ഐസ്ക്രീം ഉണ്ടായിരുന്നു, അത് നന്നായിരുന്നു. പിന്നെ ഒരു ചായയോ അല്ലെങ്കിൽ കോഫിയും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. എന്താ വേണ്ട ചോദിക്ക്? എന്ത് ബ്ലീച്ച്? വെള്ളം തരില്ല. വെള്ളം തന്നെ പിന്നെ ചൂച്ചി വെക്കാൻ പോകേണ്ടി വരും. വെള്ളം തരില്ല. ഇത് എത്രാമത്തെ ബോട്ടിലെ ജോഡി കുടിച്ചു കള്ളക്കരച്ചില് ജോഡി ഉറങ്ങാൻ പോവാന്ന് പറ. ഗുഡ് നൈറ്റ്. ട്രെയിനിലെ ഭക്ഷണവും അതുപോലെ നമ്മൾ കൊണ്ടുപോയ കുറച്ച് സ്നാക്സും ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ വയറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ വയറങ്ങ് നിറഞ്ഞ് കവിഞ്ഞു. പിന്നെ നമുക്ക് ശീലമുള്ള കാര്യമാണല്ലോ വയറ് നിറഞ്ഞാൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങുക എന്നുള്ളതും. ചെറിയൊരു തണുപ്പ് ആഗ്രഹിച്ച് എനിക്ക് വന്ദേ ഭാരതിൽ നിന്ന് കിട്ടിയത് വിറയ്ക്കുന്ന തണുപ്പായിരുന്നു. അതിൻ്റെ കൂളിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ എവിടെ ഒരു ഓപ്ഷൻ കണ്ടുമില്ല. പിള്ളേരെയൊക്കെ ദേഹത്ത് തൊടുമ്പം എല്ലാം തണുത്തുറഞ്ഞാണ് ഇരിക്കുന്നത്. ലാസ്റ്റ് ബാഗിൽ നിന്നും ഒരു ബ്ലാങ്കറ്റും എടുത്ത് ഞാൻ പുതച്ച് മൂടി. ആ സമയത്തും അവരവിടെ കിടന്ന് വർത്താനം പറയുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഒരു 1.5 മണിക്കൂറുണ്ട് ഏകദേശം കണ്ണൂരിനി എത്താൻ. എന്നാൽ കിടന്നങ്ങ് ഉറങ്ങിയേക്കാന്ന് കരുതി. അപ്പോൾ ടാറ്റ, ബൈ ബൈ.